students, welcome to the third lecture of the buyback of shares. Okay, the first lecture we have discussed the meaning of the buyback and the source of the buyback, and second lecture we discussed the condition of the buyback and the method of the buyback. And this third lecture is the most significant lecture of the buyback because we are discussing journal entries and accounting treatment. It's very important because the problems are related with accounting treatments and journal entries. Kind of problems അതുപോലെ നിങ്ങളുടെ എൻറ്റയർ എലമെന്റ്സ് ഡിസ്കസ് ചെയ്യുന്നത് ഈ തേർഡ് ലെക്ചറിനെ പറ്റിയിട്ടാണ്. കാരണം ജേണൽ എൻട്രി, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് യുവർ ദ buyback of share. Okay, the first we start with the accounting treatment of the buyback. Okay, the journal entries and how to prepare the accounts relating to the buyback. എങ്ങനെയാണ് ബൈബാക്കിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ദ ബൈബാക്ക് അക്കൗണ്ടിങ് പ്രോസസ് വെരി സിമിലർ ടു റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർ. നിങ്ങൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പഠിച്ച ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പഠിച്ചു കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഈസ് യുവർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ഷെയർസ് ഫോർ ദ ബൈബാക്ക് ഓഫ് ദ ഷെയർസ് is more or less very similar to the redemption of the preference share. Redemption of preference share നിങ്ങൾ ചെയ്ത അതേ ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് നിങ്ങളുടെ ബൈബാക്കിന് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. Okay, these are some important points relating to the accounting treatment. The first one is only the fully paid up shares can be bought back. നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് ചെയ്യുമ്പോൾ അവിടെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ റിഡംഷൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇവിടെ അതുപോലെ ബൈബാക്ക് ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന് ഇവിടെ നിങ്ങൾ ചെയ്യാനേ സാധിക്കില്ല. അവിടെ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും പാർട്ട്ലി പെയ്ഡ് അപ്പിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് വെച്ചിട്ട് നിങ്ങൾ ബൈബാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ഓൺലി ദ ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റി ക്യാൻ ബി ബോട്ട് ബാക്ക്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് കനോട്ട് ബി അലൗഡ് ഫോർ ദ ബൈബാക്ക്. The first one is only the fully paid up shares can be bought back. And there is sufficient balance, free reserves. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സഫീഷ്യൻറ്റ് റിസർവ് അവിടെ പറഞ്ഞു നമ്മൾ അല്ല ബൈബാക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു റിസർവ് കൂടെ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഇനഫ് റിസർവ്സ് ഉണ്ടെങ്കിൽ ആ റിസർവ് വെച്ചുകൊണ്ട് നമുക്ക് ബൈബാക്ക് ചെയ്യാം. അത് റിഡംഷൻ നടത്തുമ്പോൾ അങ്ങനെ റിഡംഷൻ നടത്തുമ്പോൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ റിസർവ്സ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും സഫീഷ്യൻറ്റ് ബാലൻസ് നിങ്ങൾക്ക് റിസർവ്സ് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബാക്കിന് പോകാനായിട്ട് സാധിക്കും. ദാറ്റ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇസ് സഫീഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് അറ്റ് ദ ക്രെഡിറ്റ് ഫോർ ദ ഫ്രീ റിസർവ്. നിങ്ങളുടെ കയ്യിൽ ഇനഫ് പൈസ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് റിസർവ്സിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈബാക്കിന് പോവാം. And third one, suppose you are bought back out of free reserves. റിസർവ്സ് വെച്ചുകൊണ്ട് നമുക്ക് ബൈബാക്കിന് പോകുന്നെങ്കിൽ ആ റിസർവ്സിൻ്റെ എമൗണ്ട് നിങ്ങൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ്. നിങ്ങൾ റിഡംഷൻ പ്രിഫറൻസ് ഷെയർ പഠിച്ച അതേ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ റിസർവ് വെച്ചുകൊണ്ട് റിഡംഷൻ നടത്തുന്ന സമയത്ത് നമ്മളത് ട്രാൻസ്ഫർ ചെയ്തത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ്. ഓക്കെ, ഇത് പ്രോഫിറ്റിലാണ് അത് ആവശ്യം. പ്രോഫിറ്റ് മെത്തേഡ് പഠിക്കുന്ന സമയത്ത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ റിസർവ്സിന് എടുക്കുന്ന എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കായിരുന്നു in case of redemption of preference shares. And similarly you are the bought back, it means the shares are bought back. ഇവിടെ ബൈബാക്ക് നിങ്ങൾ റിസർവ് വെച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ആ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇവിടേക്ക് തന്നെയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ റിസർവ് വെച്ചുകൊണ്ടാണ് ബൈബാക്കിന് പോകുന്നതെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ടുകൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ്. ദ തേർഡ് വൺ റിലേറ്റിംഗ് വിത്ത് ദ ബൈബാക്ക്. And fourth one is premium. If any paid buyback must be written off for the security premium or free reserves. പ്രീമിയം വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രീമിയത്തിന് പോസിബിലിറ്റി ഉണ്ട്. പ്രീമിയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോ അല്ലെങ്കിൽ റിസർവിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രീമിയം ബൈബാക്ക് നിങ്ങൾ പ്രീമിയത്തിലാണ് പോകണമെങ്കിൽ ആ പ്രീമിയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? സെക്യൂരിറ്റി പ്രീമിയത്തിലെ അക്കൗണ്ടിലാണ്. ബൈബാക്ക് നിങ്ങൾ പ്രീമിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ റിസർവിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദാറ്റ്സ് ദ ഫോർത്ത് വൺ. ദ പ്രീമിയം ഫെനി പെയ്ഡ് ഓൺ ബൈബാക്ക് മസ്റ്റ് ബി written off security premium or the free reserves. And the last one is the discount. There is a possibility. റിഡംഷൻ നടത്തുമ്പോൾ ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നില്ല. അവിടെ റിഡംഷനിൽ പ്രിഫറൻസ് ഷെയറിൽ ഡിസ്കൗണ്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ബൈബാക്കിന് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദ ഡിസ്കൗണ്ട്. ദ ബൈബാക്ക് അറ്റ് ദ ഡിസ്കൗണ്ടിൽ ബൈബാക്ക് വരാം. ഡിസ്കൗണ്ടിൽ ബൈബാക്ക് വരുമ്പോൾ ആ എമൗണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിസർവിൻ്റെ കൂടിയാണ്. ലിസൺ, ദ ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഇഫ് എനി മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ റിസർവ്. അവിടെ ഡിസ്കൗണ്ട് എന്നുള്ള എഴുതി കാണിക്കുക, അവിടെ എഴുതി കാണിക്കുക ബൈ ക്യാപിറ്റൽ റിസർവ് എന്നാണ്. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾ ഡിസ്കൗണ്ട് എന്നല്ല എഴുതുക, അവിടെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് എഴുതി കാണിക്കുക. ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് റിഗാർഡിംഗ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ബൈബാക്ക് ഓഫ് ഷെയർസ്. So once again, the first one, only the fully paid up shares can be bought up. The share, നിങ്ങളുടെ ഷെയർസ് മുഴുവൻ fully paid up ആയിരിക്കണം. Only fully paid up shares are bought back. And there is sufficient balance in your the reserves. നിങ്ങളുടെ reserves sufficient balance ഉണ്ടായിരിക്കണം. Then third one,
should be നിങ്ങൾ റിസർവിൽ നിന്നാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അത് ആദ്യം ട്രാൻസ്ഫർ മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് CRR, ദാറ്റ്സ് എ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. And the premium is adjusted with security premium account or the free reserves. The premiumത്തിലാണ് ബൈബാക്കിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി പ്രീമിയോ ഫ്രീ റിസർവ് ആയിട്ടാണ്. സപ്പോസ് ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക്, നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്ന ഡിസ്കൗണ്ടിലാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിസർവ് ആണ്. ഡിസ്കൗണ്ട് എന്നല്ല അവിടെ എഴുതുക, ക്യാപിറ്റൽ റിസർവ്സ് എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, ദീസ് ആർ ദ rules regarding the accounting treatment. Okay, let's move into journal entry. This very important side of the buyback is the journal entry. Okay, what are the important journal entries are connecting with you as the buyback? Okay, see, the first journal entry, the buyback issued fresh security for the purpose of buyback. The company issued the fresh security for the buyback. നമ്മൾ പറഞ്ഞു ബൈബാക്ക് ചെയ്യാനുള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചു. ബൈബാക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബൈബാക്ക്, വാട്ട് ഇസ് എ ബൈബാക്ക്? ബൈബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ പൈസ കൊടുക്കാം? ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്ന ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഫ്രീ റിസർവ്സ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ റിസർവ്സ് ഉണ്ടായിരിക്കണം. റിസർവ്സ് ഉണ്ടെങ്കിൽ റിസർവിന് എടുത്തുകൊണ്ട് പൈസ നിങ്ങൾക്ക് ആർക്ക് കൊടുക്കാം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഒന്നും ഇല്ല, റിസർവിൽ പൈസ ഇല്ല, നിങ്ങൾ ബൈബാക്കിന് പോകുന്നു. ബൈബാക്കിന് പോണ സമയത്ത് നിങ്ങൾ കയ്യിൽ റിസർവ്സിൽ കാര്യമായിട്ട് പൈസ ഇല്ല. റിസർവ്സിൽ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് നോർമലി ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അനദർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫസ്റ്റ് മെത്തേഡ്, ഫസ്റ്റ് ചാനലിൻ്റെ പറയുന്നത് ഇഫ് ദ കമ്പനി ഇഷ്യൂഡ് ഫ്രഷ് സെക്യൂരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഫർദർ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഇവിടെ ഇഷ്യൂ ചെയ്യുക. ആ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ നോർമലി എന്ത് എൻട്രീസിക്കാണ് പാസ് ചെയ്യുക? ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ നിങ്ങൾ പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. ദറ്റ് ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, ആൻഡ് വി ഡിസ്കസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജനറൽ ദ കമ്പനി ഇഷ്യൂഡ് ഫ്രഷ് സെക്യൂരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ബൈബാക്കിന് വേണ്ടി നിങ്ങൾ പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ജനറൽ? സപ്പോസ് the shares are issued at a par. What is the ഇതൊക്കെ നമ്മൾ പഠിച്ച എൻട്രീസ് ആണ്. ബാങ്ക് അക്കൗണ്ട് to the share capital, same entry as per the redemption of the preference shares. The company are issuing the equity shares for the purpose of buyback. For the purpose of buyback ന്റെ പോയിന്റ് ഓഫ് വ്യൂ അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്. കാരണം എന്തുകൊണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു? അവർക്ക് ഇത് റിസർവ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എൻട്രീസ്? ഒന്നെങ്കിൽ പാറിലായിരിക്കും. അറ്റ് പാർ ആണെങ്കിൽ the bank account to the share capital account. And another one is there's a premium. The possibility നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. ജനറൽ ഇറ്റ് ഇസ് ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സോ ദീസ് ആർ ദ എൻട്രി റിഗാർഡിംഗ് ദ പ്രീമിയം. ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെക്യൂരിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അറ്റ് ദ പ്രീമിയം. ഇനി ചിലപ്പോൾ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാം അല്ലേ? ദ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദറ്റ് മീൻ ഡിസ്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അതായത് നിങ്ങളുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ഇല്ല, ദാറ്റ് മീൻ റിസർവ്സ് ഇല്ല. റിസർവ്സ് ഇല്ല, നിങ്ങൾക്ക് ബൈബാക്കിന് പോകണം. ബൈബാക്കിന് പോകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഷെയർ നിങ്ങൾ കയ്യിൽ കാര്യമായിട്ട് പൈസ ഇല്ലെങ്കിൽ, റിസർവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർസ് പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ബൈബാക്ക് ചെയ്യാം. ആ ഷെയർസ് എന്തെങ്കിൽ പാറിലായിരിക്കാം, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കാം, ഓർ ദ ഡിസ്കൗണ്ടിലായിരിക്കും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ. ദ കമ്പനി ഇഷ്യൂഡ് ഫ്രഷ് സെക്യൂരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ദ ബൈബാക്ക്. ഓക്കെ, and the second one for issue the debenture or the specific for the purpose of buyback. നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാം സോഴ്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഒന്നെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യും അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഇനി ചില ആൾക്കാർ എന്ത് ചെയ്യും? ഷെയറിനെ പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. ഇവിടെ നമ്മൾ ഷെയർസ് ആണ് ഇഷ്യൂ ദ ഫ്രഷ് സെക്യൂരിറ്റി, അതായത് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. ചില കമ്പനീസ് അവർ ചെയ്യുക റിഡംഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ റിസർവ്സ് അവരുടെ കയ്യിലില്ല, ഷെയർ ഇഷ്യൂ ചെയ്യില്ല, പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും ചില കമ്പനീസ് അല്ലേ. ഇപ്പോൾ സാധാരണ നമ്മൾ ബൈബാക്കിന് പോകുമ്പോൾ പൈസ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കണം. കാരണം അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ ഷെയർസ് വാങ്ങിക്കുകയാണ്. ഷെയർസ് വാങ്ങിക്കുമ്പോൾ ആ ഷെയർസിൻ്റെ പൈസ ആർക്ക് കൊടുക്കണം? ആ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ റിസർവ്സ് ഉണ്ടെങ്കിൽ റിസർവിന് എടുത്ത് കൊടുക്കാം. റിസർവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെൻ്റാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഫോർ ദ ഇഷ്യൂ ഓഫ് ദ ഡിബഞ്ചർ ഫോർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഫോർ ദ ബൈബാക്ക്. ഇങ്ങനെ ചില കമ്പനീസ് ഡിബഞ്ചറോ അല്ലെങ്കിൽ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ജനറേറ്റ് എഴുതാം? ദാറ്റ് മീൻസ് the bank account attached to the debenture or other specified security. The bank account attached to the debenture or other specified security. ഇനി പ്രീമിയം കൂടി പറഞ്ഞു. നോർമലി ചിലപ്പോൾ പ്രീമിയം വരാം. പ്രീമിയം ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രീമിയം ആഡ് ചെയ്യണം. സപ്പോസ് ദ ഡിബഞ്ചർ for the issue of the debenture or other specified security for the purpose of buyback. ബൈബാക്കിന് വേണ്ടി നിങ്ങൾ ഡിബഞ്ചർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പാറിലാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ദ ഡിബഞ്ചർ or other specified security. Suppose
premium ഉണ്ടെങ്കിൽ premium ഇവിടെ വരും. So there is a bank account at the debenture or other specified account to security premium account if it is necessary. പ്രീമിയത്തിലാണെന്ന് പറഞ്ഞാൽ മാത്രമേ പ്രീമിയം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പ്രീമിയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. Okay, that is second situation for the issue of the debenture or other specified security for the purpose of buybackന് വേണ്ടി നിങ്ങൾ ഡിബഞ്ചറോ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ആണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു? കാരണം കയ്യിൽ എന്തില്ല, സഫീഷ്യൻറ്റ് റിസർവ്സ് ഇല്ല, ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല, പകരം നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഇഷ്യൂ ചെയ്തത് നേരിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിരുന്നു, ഇവിടെ നിങ്ങൾ വരുമ്പോൾ അത് ഡിബഞ്ചറിലേക്ക് മാറും. സോ ദാറ്റ് ഇസ് എൻട്രി റിഗാർഡിംഗ് യുവർ ദ ഇഷ്യൂ ഓഫ് ദ ഡിബഞ്ചർ other specified security for the purpose of buyback. That is second situation. Okay, and third one, ഇനി നമ്മൾ പറഞ്ഞു reserves. The company buyback share free reserve. നിങ്ങൾ ഫ്രീ റിസർവ്സ് നിന്നാണ് റിസർവിന് എടുത്തുകൊണ്ടാണ് ബൈബാക്ക് മീറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിസർവ്സ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനഫ് റിസർവ്സ് ആണെങ്കിൽ റിസർവിന് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? ബൈബാക്ക് ചെയ്യാം. അപ്പോൾ റിസർവിന് എടുത്തുകൊണ്ടാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് എൻട്രി? ദാറ്റ്സ് എ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓർ ഫ്രീ റിസർവ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു കാരണം പ്രോഫിറ്റിലും ജനറൽ റിസർവ് എന്നാണ് എടുക്കുന്നില്ല, ആദ്യം ട്രാൻസ്ഫർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലാണ്. ബിക്കോസ് ദർ ഇസ് എ ക്ലോസ് അല്ലെ, ഇവിടെ ക്ലോസ് പറയുന്നുണ്ട് if the shares are bought back out of the free reserve, the amount equal to the value of shares of bought back must be transferred to the CRR account, that's capital redemption reserve. അപ്പോൾ റിസർവിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് ആദ്യം ട്രാൻസ്ഫർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ്. Okay, so there is the very important element. If the company buy back shares from the free reserves, that means the journal is general reserve account debtor to capital redemption reserve account. അതായത് ഇവിടെ തന്നെ if there is any deficit to meet the buyback, കാരണം ബൈബാക്ക് അത് ചിലപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യും, കുറച്ച് ഷെയർ ഇഷ്യൂ ചെയ്യും, കുറച്ച് ഭാഗം ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യും, ബാക്കിയുള്ളത് നിങ്ങൾ ചിലപ്പോൾ റിസർവിന് എടുത്ത് കൊടുക്കാം. ഷെയർ ഇഷ്യൂ ചെയ്തു, ബാലൻസ് ഷോർട്ടേജ് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെമാരെ റിസർവിന് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കമ്പനി ഡിബഞ്ചർ 1 lakh അവർക്ക് ആവശ്യമുണ്ട്, 1 lakhൽ 50,000 രൂപ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല, ബാക്കി 50,000 റിസർവിന് എടുത്ത് കൊടുക്കാം വേണമെങ്കിൽ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇല്ലെങ്കിലും ബാക്കി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രപ്പോർഷൻ എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 50,000 രൂപ ഡിബഞ്ചറായിട്ട് കൊടുക്കാം, വേണമെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് ഫ്രീ റിസർവിന് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. So there is a journal entry is a very important element. Suppose we are using the free reserve for the buyback, journal entry is the general reserve account or the free reserve to the capital redemption account. Okay, that is the third situation. And fourth one, ഇനി ബൈബാക്ക് നടത്താനുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. ബൈബാക്ക് വേണമെങ്കിൽ 3 രീതിയിൽ പറയാം. ബൈബാക്ക് അറ്റ് പാർ ആയിരിക്കും. സപ്പോസ് ബൈബാക്ക് നടന്നത് പാറിലാണെങ്കിൽ, ഇനി ബൈബാക്ക് നടക്കുന്ന പ്രോസസ് പാറിലാണെങ്കിൽ ഇങ്ങനെ ബൈബാക്ക് അറ്റ് പാർ. ഇവിടെ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനും ഡിബഞ്ചർ ഇഷ്യൂ സിറ്റുവേഷനും റിസർവ് നടക്കുന്ന സിറ്റുവേഷനും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി സപ്പോസ് ബൈബാക്ക് നടക്കുമ്പോൾ പ്രോസസ്, സപ്പോസ് ബൈബാക്ക് അറ്റ് പാർ ജനറൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ബൈബാക്ക് പാറിലാണെങ്കിൽ ദ ജനറൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദറ്റ് ഇസ് എൻട്രി റിഗാർഡിംഗ് യുവർ ദ ബൈബാക്ക് അറ്റ് പാർ. ഓക്കെ, ആൻഡ് ദ ബൈബാക്ക് അറ്റ് പ്രീമിയം ദ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് സെക്യൂരിറ്റി പ്രീമിയം നേരത്തെ പറഞ്ഞു ഓർ റിസർവ് നേരത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. There is a premium if any paid on buyback must be written off security premium or the free reserves. So as per the buyback at the premium, the share capital account at a security premium or reserve account at a to shareholders account. There's a buyback at premium. Then buyback at a discount. Buyback at a discount. The discount, this is a very important clause. Buyback at a discount. The discount on buyback must be transferred capital reserves. Discount on the capital reserve. Okay. So the buyback at a discount, share capital account at a to shareholders to capital reserve. Share capital means your equity share capital. Normally specify that there is a equity share capital. Okay, so there is a share capital account debtor to shareholders to capital reserve. So listen, so buyback at a par, share capital account debtor to the shareholders account. Buyback at a premium, buyback a premium and share capital account at a security premium or reserve account debtor to the shareholders. Then there is already സമയം വരുള്ളൂ. Then buyback at a discount, share capital account debtor to shareholders account to capital reserve account. So it is a buyback at a discount. Okay, that is a entry regarding your the buyback. Buyback related the 3 situation are specified the param. Okay, and after that write any entry buyback expense വരുന്നെങ്കിൽ suppose നിങ്ങൾ ട്രാൻസാക്ഷൻ എവിടെയെങ്കിലും buyback expense വരുന്നെങ്കിൽ suppose any buyback expense relating with the buybacking process. The journal entry is a buyback expense account to the bank. നിങ്ങൾക്ക് എവിടെയെങ്കിലും ബൈബാക്കിന്റെ ബാക്കിയുടെ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന എൻട്രി ആണ് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ടു ദ ബാങ്ക്. ബാങ്കിലേക്കാണ് അത് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ബൈബാക്ക് എക്സ്പെൻസ് നിങ്ങൾ ട്രാൻസ്ഫർ പി ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈബാക്ക് അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫർ പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ബൈബാക്ക് എക്സ്പെൻസ് സെറ്റിൽ ചെയ്യുക.
So what is the entry? The P&L account debtor, P&L or other reserve account debtor. ഏതെങ്കിലും ഒന്നെങ്കിൽ P&L account അല്ലെങ്കിൽ other reserves ഡിപ്പെൻഡ് ചെയ്യാം. The P&L account debtor to buyback expense. That is a very important element. The buyback expense return write off ചെയ്യുമ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കളയുമ്പോൾ P&L account കളയുക. That's a P&L account at the buyback expense. So it's the 6 entries regarding the buyback expense will be closed. Okay. And the 7th entry, very important. ഈ പലപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യസ് പഠിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് ചെയ്യുന്ന സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ വിൽക്കാം, അതുപോലെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരാം? ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, സർപ്ലസ് അക്കൗണ്ട് ലോസിലാണ് പോകണമെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുള്ളൂ. ലോസ് ആണെങ്കിൽ സർപ്ലസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സർപ്ലസ് അക്കൗണ്ട് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. സോ ദാറ്റ് ഇസ് എ ലോസ്. സപ്പോസ് ഈ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ഈ സർപ്ലസ് അക്കൗണ്ട് ഉണ്ടാവില്ല, കാരണം ഏതെങ്കിലും ഒന്ന് സംഭവിക്കുള്ളൂ, ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. സപ്പോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സർപ്ലസ് അക്കൗണ്ട് ഉണ്ടാവില്ല. ദ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഔട്ട്, നോൺ ട്രേഡിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലാണ് കാണിക്കുക. ദെൻ ട്രേഡിൽ നിന്നാണ് നിങ്ങൾക്ക് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ സർപ്ലസ് അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. നിങ്ങളുടെ പ്രോഫിറ്റ് നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് നോക്കുക. ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സർപ്ലസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാം. നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ റിസർവിൽ ട്രീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഒന്നെങ്കിൽ ലോസ്, രണ്ടും ഒരേ സമയം വരില്ല. ഒന്നെങ്കിൽ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ലഭിക്കാം, ഒന്നെങ്കിൽ ലോസ് ഉണ്ടാവും. ലോസ് ആണെങ്കിൽ സർപ്ലസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ക്രെഡിറ്റ് ചെയ്യും. സർപ്ലസ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. Okay, that is entry when investment are sold, buyback on shares. The bank account debtor, surplus account debtor, that's loss. Loss ഉണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആണെങ്കിൽ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലാണ് ട്രീറ്റ് ചെയ്യാം. ദെൻ ട്രേഡിന്റെ ആണെങ്കിൽ സർപ്ലസിലേക്കാണ് ട്രീറ്റ്. ഏതെങ്കിലും ഒരെണ്ണം ഇവിടെയും വരല്ലോ, ഒന്നെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ നോൺ ട്രേഡ്, ഇത് ഏതെങ്കിലും ഒരു സമയം വരല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് എൻട്രി എഴുതുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഒന്നെങ്കിൽ ലോസ്. ലോസ് ആണെങ്കിൽ ഈ സർപ്ലസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെന്റ്, ഇതിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ദെൻ ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് പ്രോഫിറ്റ് വരാം. ട്രേഡ് ഇൻവെസ്റ്റ്മെന്റോടെയാണ് ലഭിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവ് മാത്രം കാണിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് ടു ക്യാപിറ്റൽ റിസർവ് നമുക്ക് എഴുതി കാണാൻ സാധിക്കും. ചില പ്രോഫിറ്റ് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ടു സർപ്ലസ് അക്കൗണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് ആർ സോൾഡ് അറ്റ് ബൈ ബാക്ക് ഓൺ ഷെയർസ്. കാരണം ഏതെങ്കിലും ഒന്നേ ഒരു സമയം വരില്ല, ഒന്നെങ്കിൽ ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, ലോസ് ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ദെൻ പ്രോഫിറ്റ് ഓൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സർപ്ലസിൽ കാണിക്കും. പ്രോഫിറ്റ് ഓൺ നോൺ ട്രേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ കാണിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഒരു സമയം കാണിക്കാം, ഒന്നെങ്കിൽ ട്രേഡോ അല്ലെങ്കിൽ നോൺ ട്രേഡ് ആണ് കൂടുതലായിട്ട് വരാം. ഓക്കെ, so that is the 7th one, investment are sold for the buyback of shares. The last channel making the payment, buyback and the payment കൊടുക്കുന്നത് shareholders accounted to the bank. The last channel making the payment of the buyback, shareholders accounted to the bank. These are 8 entries are relating with the problem ചെയ്യുമ്പോൾ 8 entry നിങ്ങൾ അറിഞ്ഞിരിക്കണം. Okay, once again the first entry, the company issue the fresh security for the purpose of buyback ന് വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് either at a par, premium or discount. Bank account at a share capital at a par, bank account at a share capital to security at a premium, then bank account at a discount and issue account at a security premium to share capital account, that's a discount. ഇനി ചിലപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, ഷെയറിനെ പറഞ്ഞ ഡിബഞ്ചർ ഇഷ്യൂ, കയ്യിൽ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റി അക്കൗണ്ട്. ഇനി പ്രീമിയം ഉണ്ടെങ്കിൽ ടു സെക്യൂരിറ്റി പ്രീമിയം ഇഫ് ഇറ്റ് ഈസ് നെസസറി ആണെങ്കിൽ ഇവിടെ കാണിക്കാം. ഓക്കെ, ആൻഡ് തേർഡ് വൺ നമ്മൾ പറഞ്ഞു നമുക്ക് റിസർവ്സിന് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ബാക്ക് നടത്താം. അപ്പോൾ എന്താണ് എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സോ ദാറ്റ് ഈസ് എൻട്രി. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ബൈ ബാക്ക് അറ്റ് പാർ. ബൈ ബാക്ക് നടത്തുന്നത് പലപ്പോഴും എന്തായിരിക്കും? പാറിലായിരിക്കും, പ്രീമിയത്തിലായിരിക്കും, ഡിസ്കൗണ്ട് ആയിരിക്കും. ബൈ ബാക്ക് പാറിലാണെങ്കിൽ എന്താണ് എൻട്രി? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ബൈ ബാക്ക് അറ്റ് പ്രീമിയം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് സെക്യൂരിറ്റി പ്രീമിയം ഓർ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ബൈ ബാക്ക് അറ്റ് ഡിസ്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് ആണ് സ്പെസിഫൈ ചെയ്ത് കാണിക്കുക. ഓക്കെ, then suppose return of the buyback expense return off ചെയ്യുമ്പോൾ the buyback expense account added to the bank account, then buyback expense account will be closed, translating profit and loss account transfer ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. It's a P&L account debtor to the buyback expense account. Okay, then 7th one, investment is sold for the buyback on shares. പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് ചെയ്യുമ്പോൾ
either profit or loss. Loss ആണെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് ചെയ്യാം, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം, ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇനി പ്രോഫിറ്റ് രണ്ട് രീതിയിൽ പ്രോഫിറ്റ് വരാം, ട്രേഡ് പ്രോഫിറ്റ് വരാം, നോൺ ട്രേഡ് പ്രോഫിറ്റ് വരാം. ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ ട്രേഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ ട്രേഡ് പ്രോഫിറ്റ്. നോൺ ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവിലാണ് കാണിക്കുക, ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ സർപ്ലസിനാണ് അത് കാണിക്കുക. ഓക്കെ, ലാസ്റ്റ് എൻട്രി the making the payment of the buyback that shareholders accounted to the bank. Okay, these are 8 entries are related with the buyback of the shares. Okay, so once again this lecture we start with the accounting treatment of the buyback. Then accounting treatment, very important element, your the treatments very similar to your the redemption of the preference shares. And the first condition is your the all the shares must be the fully paid out and sufficient balance in your the reserves. Suppose you've taken the amount from the reserve, they transfer to the capital redemption reserve account. The premium, if any, should be buyback must be written off the security premium or the free reserves. The discount on a buyback will be transferred to the capital reserve transfer. And these are the accounting treatments regarding the redemption of the preference shares. And these are the journal entries regarding the buyback. That means they're issuing the fresh shares for the buyback, and they're issuing the debentures for the buyback, and using the free reserves for the buyback, and the buyback at the par, the buyback at a premium, buyback at a discount, and writing off the buyback expenses, the buyback expense accounted to the bank, and the transfer the expense to the profit and loss account. And these are the investments were sold as part of the buyback. This is the entries regarding the investment sold the buyback, and this is making the payment of buyback shareholders account letter to the bank. Okay, thank you so much, and thank you for watching me.